LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ വേദിയിലാണ് നമ്മളുള്ളത്. നിരവധി ആളുകൾ തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോടിപ്പോൾ ചലച്ചിത്ര താരം കൂടിയായ ഈ മധുപാൽ ഉണ്ട്. എങ്ങനെയാണ് LDF സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഒരു ഭരണത്തിൻ്റെ തുടർച്ച ജനങ്ങൾക്ക് ഗുണകരമായി മാറുക എന്നുള്ളതാണ് അൾട്ടിമേറ്റാണ്. നമ്മൾ പലപ്പോഴും കേരളത്തിലെ വികസനങ്ങൾ എല്ലാവരോടും പറയുന്നത് തന്നെയല്ല, നമ്മൾ കണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണമെന്നതാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം സജീവമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതല്ല, അത് മാധ്യമങ്ങൾ കൂടി വിചാരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഒരു ഗവൺമെൻറ് അതിൻ്റെ തുടർച്ച സജീവമായിട്ട് ഗുണകരമായി കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് അടിസ്ഥാന വർഗങ്ങളുടെ തരത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇത് ഗുണകരമായി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യങ്ങളിൽ ഞാൻ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. കേരളത്തിലെ കലാകാരന്മാർക്ക് കഴിഞ്ഞൊരു 4 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 69 കോടി രൂപ നമ്മൾ പെൻഷൻ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ വർഷം. കാരണം ഒരു മാസം നമുക്ക് 1,60,00,000 രൂപയുടെ അടുത്ത് നമുക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്. കാരണം ആദ്യം ആസിറ്റീസ് ഇതുവരെ കഴിഞ്ഞ മാസത്തെ ഒരു പെൻഷനാണ് നമുക്ക് ഇത് വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം കൊടുത്ത് തീർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പം ജനങ്ങൾക്ക് ഗുണകരമായി മാറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നുള്ളത്. വിവിധ മേഖലയിൽ ഇപ്പോൾ LDF സർക്കാർ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും ടൂറിസം ആണെങ്കിലും സാംസ്കാരികമാണെങ്കിലും എല്ലാം തന്നെ, ഒപ്പം തന്നെ സാധാരണക്കാരെ കേട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, ജനങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഗുണമുണ്ടാകുന്നത് എന്നാണ്. കാരണം നമുക്ക് ഏതൊരു കാര്യവും നേരിട്ട് പറയാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല. ഞാൻ കാണുന്ന എല്ലാ ഓഫീസുകളായാലും ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരായാലും എല്ലാം നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളോടൊപ്പം ചെന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാം. ചിലപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല, പക്ഷേ അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഏതൊരു കാര്യത്തിനും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ടോട്ടൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് ഉള്ള അക്കൗണ്ടബിലിറ്റി എന്നുള്ള സാധനമുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും LDF ഗവൺമെൻറ് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊരു തുടർച്ചയായിട്ട് തന്നെ മാറുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ പ്രവർത്തന മികവ് തന്നെ ഒരു തുടർഭരണത്തിന് തന്നെയല്ലേ സാക്ഷ്യം വയ്ക്കുന്നത്? അത് ജനങ്ങൾ കൂടി തീരുമാനിക്കുന്നത്, നമ്മൾ വോട്ടർമാരുടെയും കൂടെ കാര്യങ്ങളല്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പുള്ളത്, ജനങ്ങൾ ഇതിനെ മറികടക്കില്ല, ജനങ്ങൾ ഇതിനെ എതിർത്ത് പറയില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഇടപെടുന്ന ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഗുണകരമായിട്ട് തന്നെ ഭവിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.